വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് എല്ലാം ക്രാഷാണ്. ക്രിപ്റ്റോ മാർക്കറ്റ് ക്രാഷാണ്, സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷാണ്. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളെ സംബന്ധിച്ച് ഏറ്റവും പീക്കായിട്ടുള്ള ടൈമാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലാട്ടോ. മൂന്നാർ വൈബ് റിസോർട്ടിലാണ്. നമ്മുടെ ഇവന്റിന്റെ ഭാഗമായിട്ട് വന്നാണ്. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ വിനീഷ് റോയിനുണ്ട്. വിനീഷ് റോയിനോട് നമ്മളിപ്പോഴത്തെ മാർക്കറ്റിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ചോദിച്ചു നോക്കാം. എന്താണ് സ്ഥിതിഗതികൾ? എന്നെ കണ്ടാൽ തന്നെ ഭയങ്കര വല്ലാത്ത രീതിയിലുള്ള വിഷമമാണ്. നമ്മുടെ നാട് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത് തൊഴിലില്ലായ്മ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത്, നിങ്ങൾ ദിവസേന പത്രമാധ്യമങ്ങളൊക്കെ കാണുന്നതാണ്. ഇവിടെ ശമ്പളം കൊടുക്കാൻ പോലും തികയുന്നില്ല. അത്രയും വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ പണപ്പെരുപ്പം, മാർക്കറ്റ് മൊത്തം ഇടിച്ചു പോയി. അതിന് സാധ്യത ഉണ്ടോ പൊങ്ങി വരാൻ? സാധ്യത പറഞ്ഞ എപ്പോഴും ഉണ്ട്. എപ്പോഴും ഒരു വലിയൊരു ക്രാഷ് ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ അറിവിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു ക്രാഷാണ് ഇപ്പം സംഭവിച്ചത്. ഇതുവരെ ഉള്ളതിലെ ഏറ്റവും വലിയ ക്രാഷാണ്. ഇപ്പൊ എല്ലാ ആൾക്കാരാണെങ്കിലും ബിസിനസ്സിനെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, തൊഴിലാണ്. ജോലി 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 എന്ന് പറഞ്ഞ് പോകുമ്പോഴുള്ള പ്രശ്നം, നമുക്ക് വരുമാനം മറ്റുള്ള രാജ്യങ്ങളിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ഓണ്ടർപ്രണർഷിപ്പ് ലെവൽ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കണം. എല്ലാവരും ഗവൺമെൻറ് ജോലിനെ ഫോക്കസ് ചെയ്യാനാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനിയെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒരു ഗവൺമെൻറ് ജോബിനെ ഫോക്കസ് ചെയ്യാതെ നല്ലൊരു ബിസിനസ്സുകാരനായിട്ട് നമ്മുടെ പുറം രാജ്യങ്ങളിൽ നിന്നും ലോകവ്യാപകമായി ബിസിനസ് ചെയ്ത് ഹൈ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓണ്ടർപ്രണർഷിപ്പ് ലെവൽ അത് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒപ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ബിസിനസ് കൂടി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫണ്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. നമ്മുടെ പേഴ്സണലി തന്നെ നമുക്ക് നല്ലൊരു വിജയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മാർക്കറ്റ് എല്ലാം ക്രാഷാണ്. ക്രിപ്റ്റോ മാർക്കറ്റ് ക്രാഷാണ്, സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും വലിയ ഗുരു എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ പിതാവ് എന്നൊക്കെ പറഞ്ഞ സുൽത്താനൊക്കെ കോടികൾ പോയിട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇനി കേരളത്തിൻ്റെ അവസ്ഥ പറഞ്ഞാൽ ആരും ഒരക്ഷരം മിണ്ടുന്നില്ല. കാരണം വെച്ചാൽ കാശ് പോയ ആൾക്കാരും ഒന്നും സംസാരിക്കാറില്ല. എവിടെയെങ്കിലും പോയി മിണ്ടാതെ സൈലൻ്റായി ഇരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറേ ആൾക്കാർ ഇങ്ങനെ മൂന്നാറിലൊക്കെ വന്നിട്ട് ഇതുപോലത്തെ വൈബ്സ് റിസോർട്ടിൻ്റെ റൂമൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ഇവിടെ റിലാക്സ് ചെയ്ത് വെറുതെ കടന്നുറങ്ങാം. വേറെ ഒരു രക്ഷയില്ല. പിന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളെ സംബന്ധിച്ച് ഏറ്റവും പീക്കായിട്ടുള്ള ടൈമാണ്. ഈ സമയത്ത് ക്രിപ്റ്റോയിലാണെങ്കിലും സ്റ്റോക്കിലാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലക്ഷങ്ങൾ, നിങ്ങൾ എത്ര ഉണ്ടാക്കി ലക്ഷങ്ങൾ നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ചെറിയ ഒരു മിനിറ്റ് സ്റ്റോറി പറഞ്ഞിട്ട് ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. നേരത്തെ ഇതുപോലെ ഒരു വലിയൊരു ക്രാഷ് ഉണ്ടായിരുന്നു, കോവിഡ് അനന്തരം വന്ന ക്രാഷ്. ആ ക്രാഷിൽ നമ്മുടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർ എന്ന് പറഞ്ഞാൽ 146 രൂപ വരെ എത്തി. അതിലും താഴ്ന്നിരുന്നു. ബട്ട് 146 രൂപയ്ക്ക് കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങിച്ചു. ഇന്ന് ആ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അറൗണ്ട് 408 രൂപ എത്തിയിട്ടുണ്ട്. അത് 560 രൂപ വരെ എത്തിയിരുന്നു. അപ്പോൾ എത്ര 2-3 ഇരട്ടിയെടുക്കായിട്ട് നമ്മുടെ പണത്തെ മാറ്റാൻ വേണ്ടി സ്റ്റോക്ക് മാർക്കറ്റിൽ തീർച്ചയായിട്ടും സാധിക്കും. ഇതൊരു ക്രാഷാണ്, വലിയൊരു ക്രാഷ് ഒന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും സാമ്പത്തിക മാന്ദ്യം നേരിടുന്ന ഈ ഒരു സമയത്ത് ഇപ്പോൾ പറ്റിയ ക്രാഷിലും നമുക്ക് എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാം. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് മുഴുവനായിട്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ ആദ്യം 25 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു ക്രാഷ്, ചെറിയൊരു ക്രാഷ് വരുമ്പോൾ വീണ്ടും അടുത്ത 25 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക. വീണ്ടും ഒരു ക്രാഷ് വന്ന് 25 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക. വീണ്ടും ഒരു ക്രാഷ് വന്ന് 25. അങ്ങനെ 4 സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തായാലും റിട്ടേൺ എടുക്കാൻ സാധിക്കും. ഇതായിരുന്നു എൻ്റെ ചോദ്യം. കാരണം വെച്ചാൽ ഇനിയും ക്രാഷ് വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ, അത് ഇനി വരുമോ എന്നുള്ളതാണ് സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ട്. അതാണ് ഞാൻ പറഞ്ഞു 80 രൂപയിലെത്തും. ഇപ്പോൾ 79 രൂപ 8 പൈസ ആ ഒരു റേഞ്ചിലാണ് പിന്നെ US ഡോളറും അതുപോലെ തന്നെ ഇന്ത്യൻ റുപ്പിയും തമ്മിൽ റേറ്റിംഗ് വരുന്നത്. സോ അത് 80 രൂപയിലേക്ക് എത്തും. ചിലപ്പോൾ ഇനി അങ്ങനെ ഒരു വലിയൊരു ക്രാഷ് ആണെങ്കിൽ വീണ്ടും താഴ്ന്നു പോകും. ഇത് എല്ലാത്തിനും മൊത്തത്തിലെ ആഗോള മാർക്കറ്റിനടക്കം ഇതിനൊരു ലിമിറ്റ് ഒന്നുമില്ലല്ലോ, ഇത്രേ താവുള്ളൂ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിരവധി ആൾക്കാരുടെ കാശ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ബിറ്റ് കോയിനൊക്കെ എന്താ പറയുക, ഒരു 60 ലക്ഷത്തിൻ്റെ അടുത്തേക്ക്, നിയർ 60 ലക്ഷത്തിൻ്റെ അടുത്തേക്ക് എത്തിയ ബിറ്റ് കോയിനെ ഇടിച്ച് 17 ലക്ഷത്തിൻ്റെ ആ ഒരു റേഞ്ചിലേക്ക് വരെ എത്താനിടയായി. അപ്പോൾ വലിയൊരു ക്രാഷ്, എന്തോരം വലിയ ക്രാഷ്, പകുതിയിലും മേളിലേക്ക് ഇറങ്ങി പോകുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു 4 രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഫസ്റ്റത്തെ 25% ക്യാപിറ്റൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം. ദെൻ ബാക്കിയുള്ള 25 ഇനിയൊരു ക്രാഷ് കൂടി ഉണ്ട്, ആ ക്രാഷ് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി ക്രാഷ് എപ്പോഴാണ് വരാൻ സാധ്യത അറിയാൻ പറ്റും. ക്രാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സഡൻലി നമുക്ക് പറയാൻ പറ്റില്ല. രാജ്യത്തിന്റെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ അപ്ഡേറ്റ് തനിയെ നമുക്ക് കിട്ടും. അതായത് മാർക്കറ്റ് പോകുന്ന രീതി വലിയൊരു ക്രാഷ് ഒന്നും വരാൻ സാധ്യതയൊന്നുമില്ല. നമ്മൾ കോവിഡ് അനന്തരം വന്ന വലിയ ക്രാഷ് ഇല്ലേ, അതുപോലത്തെ ഒരു ക്രാഷ് ഒന്നും നമുക്ക് ഒരിക്കലും വരാൻ സാധ്യതയില്ല. പിന്നെ ഈ ക്രാഷ് എന്തായാലും ടെമ്പററി ആണ്, കുറച്ച് നാളത്തേക്ക് മാത്രമേ ഈ ക്രാഷ് ഉണ്ടാവുള്ളൂ. ആ ടെമ്പററി കഴിഞ്ഞിട്ട് അതിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് പോകുന്ന സാഹചര്യം എന്തായാലും ഉണ്ടാവും.
അതങ്ങനെയാണ്, എല്ലാ തവണയും ക്രാഷ് സംഭവിച്ചിട്ടുണ്ട്. ഈ ക്രാഷ് വന്നപ്പോൾ അതിന്റെ ഓൾ ടൈം എത്രയാണ്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിറ്റ് കോയിന് 60 ലക്ഷം രൂപയാണ് ടോപ്പ് എത്തിയിരിക്കുന്നത് വിചാരിക്കാം. അത് ഇറങ്ങി വന്നിട്ട് 17 ലക്ഷത്തിലേക്ക് എത്തി. ഇനി അടുത്ത ഒരു അപ് ട്രെൻഡ് വരുന്ന സമയത്ത് ഇത് ഈ ഓൾ ടൈം ഹൈ ആയ 60 ലക്ഷത്തിനെയും ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെയും മേളിലേക്ക് കയറിപ്പോകും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. പിന്നെ പാനിക് സെല്ലിംഗ് മാക്സിമം നടത്താതിരിക്കുക. ഇപ്പോൾ മാർക്കറ്റ് നല്ല ക്രാഷ് ഇപ്പോൾ വാങ്ങിച്ചിട്ട് ഇനി ഒരു 25% ഇറങ്ങുന്ന സമയത്ത് ആരും പാനിക് സെല്ലിംഗ് ചെയ്യരുത്. ഇനി ഒരു ഇറക്കം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഇപ്പോൾ വാങ്ങിച്ചു വെച്ച സാധനം അയ്യോ കുറച്ച് മാർക്കറ്റ് താഴെ ഇറങ്ങി ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് സെല്ല് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് നമുക്കൊരു നഷ്ടം അംഗീകരിക്കുന്നതിന് തുല്യമായിട്ട് വരും. തിരിച്ചിട്ട് എന്തായാലും കയറുമെന്ന് എല്ലാവരും ശുഭാപ്തി വിശ്വാസത്തോട് കാത്തിരിക്കുക. അങ്ങനെയാണ് ഇന്ന് വരെ ലോകത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, എൻ്റെ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു വിനീഷിനോടുള്ള. അപ്പം വിനീഷ് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്തായാലും വിനീഷ് വളരെ സന്തോഷം. താങ്ക് യു. ഓക്കെ, നമ്മുടെ നല്ലൊരു സുഹൃത്താണ്, നമ്മുടെ സംഘടനയിലെ CCOKയുടെ നല്ലൊരു മെമ്പറാണ്. എല്ലാ മീറ്റപ്പിലും ഉണ്ട്. പക്ഷേ ഇന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയത്. ഓക്കെ, താങ്ക് യു വിനീഷ്. ഓക്കെ, ബൈ.